നേരത്തെ കണ്ടപ്പോ ഓർക്കുകയും ചെയ്തു. ചെറിയച്ച, എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ആരാ തീരുമാനങ്ങൾ എടുത്തത്? ഞാൻ ചോദിച്ചേ കേട്ടില്ലേ? ഞാൻ അവിടെ ജോലിക്ക് ചെന്നപ്പോ എന്റെ കസേരയിൽ വേറൊരാൾ ചോദിച്ചപ്പോ സാറാ മാഡം അപ്പോയിന്റ് ചെയ്താണെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഏട്ടാ, എസ്റ്റേറ്റിന്റെ അവകാശം തൽക്കാലം സാറാ മാഡത്തിന് കൊടുക്കുന്ന കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. പക്ഷേ സൂര്യയുടെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ എനിക്കത് അറിയില്ല. ഇനി ആരും അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് കരുതി സാറാമ്മയുടെ ഒരു തീരുമാനം എടുത്തതായിരിക്കും. അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ചെറിയച്ച, ചെറിയച്ഛന് മാത്രമാണ് ബുദ്ധിയെന്ന് കരുതരുത്. ഈ നടക്കുന്നതിന്റെ അർത്ഥം എനിക്കും തിരിച്ചറിയാൻ പറ്റും. അത് ബോധപൂർവം ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. എന്താ സൂര്യ നീ പറയുന്നത്? നീ ഒരു കാര്യം പറയുന്നു, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പരിഹരിക്കാന്നല്ലേ ഞാൻ പറയുന്നത്. ചെറിയച്ച, സൂര്യയുടെ ജോലി നഷ്ടപ്പെടുത്തി കളയല്ലേ. ഞങ്ങൾക്കിപ്പോ ആശ്രയിക്കാൻ വേറൊന്നുമില്ല. കൽപ്പന, താൻ ആരുടെ ഔദാര്യത്തിന് വേണ്ടി കെഞ്ചൊന്നും വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവനെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ചന്ദ്രേട്ടൻ വിചാരിച്ച സാധിക്കാത്ത കാര്യമാണോ ഇത്? ഇത്രയും കടങ്ങളൊക്കെ വീട്ടാങ്കി ചന്ദ്രനെ കൊണ്ട് പിന്നെ എന്താ സാധിക്കാത്തത്? ചെറിയമ്മേ, ഈ കടം വീട്ടലിന്റെ പുറകിൽ ഇവിടെ എന്തൊക്കെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ഓരോ നിമിഷം കഴിയുന്നതോട് പുറത്തു വന്നോണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട. പക്ഷേ ഇത്രയും കാലം അച്ഛൻ നോക്കി നടത്തിയിരുന്ന കണിമംഗലത്താ നിങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അത് മറന്നുപോരുത്. ആ, എങ്കി പിന്നെ എനിക്കും കുറച്ചൊക്കെ പറയാനുണ്ട്. ഏട്ടന്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാ എനിക്ക് ചാകാൻ വേണ്ടി വിഷം കഴിക്കേണ്ടി വന്നത്. അതാരും മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും ഇവിടെ ആരും മറക്കണ്ട. സൂര്യ, കാര്യങ്ങൾ ഞാൻ ചന്ദ്രശേഖരനോട് സംസാരിച്ചോളാം. നീ ഭാഗത്തേക്ക് പോ. ഇതിൽ സംസാരിക്കണമൊന്നുമില്ല ഏട്ടാ. ഇപ്പതാ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് തീർന്നതല്ലേ ഉള്ളൂ. ഇത്രയും നാള് ടെൻഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൽപ്പന എന്നോട് പറഞ്ഞു, അവരൊന്ന് നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് കാലം കുറെ ആയിരുന്നു. അവര് സംസാരിക്കട്ടെ. ഒന്നിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോട്ടെ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമല്ലോ. എന്നിട്ട് കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം അവൻ എസ്റ്റേറ്റിലേക്ക് പോയിക്കോട്ടെ. അവന്റെ സീറ്റ് അവൻ അവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കും. മോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. മോളെ വിളിച്ചു നോക്കാം. എന്റെ മോൻ എന്താ പറ്റിയത്? എവിടെ മോളെ അവൻ? അയ്യോ മുത്തശ്ശി എന്തിനാ പേടിക്കുന്നേ? വരണൊരു കുഴപ്പമില്ല. വരണേ, ഉറക്കാം. അല്ല, അവൻ എന്തോ കുഴപ്പമുണ്ട്. മുത്തശ്ശി, വരണ ചെറിയൊരു പനിയുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് അവനോട് സംസാരിക്കണം. ഇപ്പൊ തന്നെ സംസാരിക്കണം. നീ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക. അല്ല മുത്തശ്ശി, അത് എനിക്കൊരു മനസമാധാനം ഇല്ലാത്തോണ്ടാ മോളെ. നീ അവനെ ഒന്ന് വിളിക്ക്. വരൺ, വരൺ, മുത്തശ്ശിയ സംസാരിക്കണമെന്ന് പറയുന്നു. മോനെ, മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ല മുത്തശ്ശി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇതെന്താ ഈ നേരത്ത്? നീ ഞങ്ങളോട് തെറ്റൊന്നും ചെയ്തിട്ടല്ലല്ലോടാ പോയത്. എനിക്കും പരമേശ്വരനും പത്മിക്കും ഒക്കെ
നിന്റെ വിളിയല്ലേ ആശ്വാസം. അച്ഛനെ അമ്മയും പിടിക്കണം കേട്ടോ. ഞാൻ വിളിച്ചോളാം മുത്തശ്ശി. ഞങ്ങള് ആറ്റുവാശ്ശേരിയില്ല. ആ ആ സൂര്യ പറഞ്ഞു, നാട് മുഴുവൻ അലഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ചെന്ന് നിൽക്കുന്നത് തന്നെയാ. ദേവനാരായണൻ തിരുമേനിയും യശോദയും ഒരു മുഷിവും കാണിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നോ. മുത്തശ്ശിക്ക് സുഖാണോ? എന്ത് സുഖമാടാ. എത്രയൊക്കെ സൗകര്യങ്ങൾ മുത്തശ്ശിയുടെ ചുറ്റിലുണ്ടായാലും നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തില്ലെങ്കിൽ മുത്തശ്ശിക്ക് സന്തോഷിക്കാൻ തോന്നുന്നു. ഒറ്റപ്പെട്ടു പോയതുപോലെ ആയട. അടുത്തു വന്നിരിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. പരമേശ്വരൻ തളർന്നു പോയ അവസ്ഥയില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാലോ. മുത്തശ്ശി വിഷമിക്കില്ല മുത്തശ്ശി. എന്തെങ്കിലും ഒരിക്കലും എല്ലാം പഴയതുപോലെ തന്നെയാവും. നമ്മളെല്ലാരും ഒന്നിച്ചുണ്ടാവും. ഞങ്ങൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും. മുത്തശ്ശി, വരന്റെ കാര്യത്തിൽ മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ. മുത്തശ്ശിയുടെ പൊന്നുമോനെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും.